പ്ലസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് പെർഫോമൻസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. പെർഫോമൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബില്ല് അടിച്ചിരിക്കുന്ന ബിൽ വൈസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പെർഫോമൻസ് റിപ്പോർട്ട് നമുക്ക് വരുന്ന കമ്പനിയുടെ ഓൾറൗണ്ട് പെർഫോമൻസ് അല്ല നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അടിച്ചിരിക്കുന്ന ബില്ല് നമ്മൾ കൊടുത്തിരിക്കുന്ന ലാൻഡിംഗ് കോസ്റ്റും സെയിൽ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് വരുന്ന പ്രോഫിറ്റ് എമൗണ്ട് ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് റിപ്പോർട്ടിൽ സെയിൽസിൽ പെർഫോമൻസ് ഓപ്പൺ ചെയ്യാം. പെർഫോമൻസ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. നമ്മൾ എല്ലാ റിപ്പോർട്ടിലും കൊടുക്കുന്ന പോലെ നമുക്ക് ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ്ഡ് ബൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗ്രൂപ്പ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ റിപ്പോർട്ട് വേണ്ടത് അത് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബിൽ വൈസ്, കമ്പനി വൈസ് നമ്മൾ ഓൾറെഡി എല്ലാ റിപ്പോർട്ടിൻ്റെ അകത്തും ഈ ഗ്രൂപ്പ്ഡ് ബൈ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ വരുന്ന ലിസ്റ്റഡ് ബൈ ആണ്. ലിസ്റ്റഡ് ബൈ എന്ന സമ്മറി ആണോ ഡീറ്റെയിൽഡ് ആണോ. പിന്നെ ഫിൽറ്റർ ബൈ നമുക്ക് 2 ഓപ്ഷൻസ് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ്മാൻ വൈസോ ഏരിയ വൈസോ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സെയിൽസ് വാല്യൂവിൽ 2 ഓപ്ഷൻസ് കാണാം. നെറ്റ് എമൗണ്ടും പോസ്റ്റ് എമൗണ്ടും. നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ടാക്സ് അടക്കമുള്ള ടോട്ടൽ എമൗണ്ട് ആണ് നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റി റേറ്റ് ഡിസ്കൗണ്ട് കഴിച്ച് വരുന്ന ടാക്സബിൾ എമൗണ്ടിനാണ് ഈ പോസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ലിസ്റ്റഡ് ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പ്രോഫിറ്റബിൾ ആയിട്ടും നോൺ പ്രോഫിറ്റബിൾ ആയിട്ടും അത് രണ്ടും നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഓൾ കൊടുത്താൽ മൊത്തം കാണിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് പ്രോഫിറ്റബിൾ മാത്രം കാണിക്കുന്നതിന് അങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. റിപ്പോർട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് അതൊരു ബില്ലടിക്കാം. ബില്ലടിക്കാൻ വേണ്ടി നമ്മൾ സെയിൽസ് ഓപ്പൺ ചെയ്തു. ഐറ്റത്തിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടി വെച്ചാൽ ഇവിടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നത്. പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോസ്റ്റിനാണ് മെൻഷൻ ചെയ്യുന്നത്. കോസ്റ്റ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റ് മാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലാൻഡിംഗ് കോസ്റ്റ് നിങ്ങൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് അടക്കമുള്ള എമൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കോസ്റ്റും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെയിൽ റേറ്റും പ്രൈസ് കൊണ്ടല്ല സെയിൽ റേറ്റ്, അതായത് സെയിൽസ് അടിക്കുമ്പോൾ എന്താണോ റേറ്റ് അത് തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം മെൻഷൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ലാൻഡിംഗ് കോസ്റ്റ് 45 രൂപ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൈസ് 1 എന്ന് പറയുന്നത് 100 രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സെയിൽ ചെയ്യാം. ഇപ്പോൾ അതിനൊരു സേവ് അടിച്ചു. ബില്ലും കൂടി ഞാൻ ആ സെയിം ഐറ്റം തന്നെ നമ്മൾ അടിക്കുകയാണ്. ടെസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതിനൊരു 120 രൂപയായി. ക്വാണ്ടിറ്റി 2 പീസ്. ഇനി ഞാൻ 250 രൂപ വെച്ച് നമ്മൾ സേവ് ചെയ്തു. ബില്ലിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ പെട്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. കീബോർഡിൻ്റെ അകത്ത് F12 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എമൗണ്ട് 250 രൂപ, ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് രൂപ, കോസ്റ്റ് എന്ന് പറയുന്നത് 45-90 രൂപ. നിങ്ങൾക്ക് ഈ ബില്ല് നെറ്റ് എമൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 150 രൂപ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കും. പിന്നെ LC ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അടിച്ചിരിക്കുന്ന ഐറ്റത്തിൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് എന്താണോ ലാൻഡിംഗ് കോസ്റ്റ് അതും നിങ്ങൾ നിലവിലെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്താണോ ലാൻഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് സ്റ്റോക്ക് റിപ്പോർട്ട് എന്നീ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബില്ല് അടിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ LCയിൽ എന്തെങ്കിലും കോസ്റ്റ് പ്രോഫിറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് F12 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് LC ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അത് അടിച്ചിരിക്കുന്നതും ഇപ്പോൾ നിലവിലുള്ള LCയും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ടിൽ സെയിൽസിൽ പെർഫോമൻസ് എടുത്തു. നമ്മൾ കൊടുത്ത മൈൽ കൊടുത്തു. നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ട് കാണിക്കും. നമ്മൾ അടിച്ചിരിക്കുന്ന 2 ബില്ല്. അതിൽ കറണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന കറണ്ട് കോസ്റ്റ് അതുകൂടെ കാണിക്കും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് 45 രൂപ. നിങ്ങൾ സെയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി 1 ആണോ 2 ആണോ ആ പ്രൊഡക്റ്റ് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് ടോട്ടൽ എമൗണ്ട് ബിൽ എമൗണ്ട് ആണ് കാണിക്കുന്നത്. നമ്മൾ നെറ്റ് എമൗണ്ട് വൈസ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ ടാക്സ് എമൗണ്ട് കാണിക്കുന്നതായിരിക്കും. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 ആയതുകൊണ്ട് 45 രൂപയും നമ്മൾ 2 ക്വാണ്ടിറ്റി കൊടുത്തുകൊണ്ട് 90 രൂപ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് 55 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. 45-ന് 100ലേക്ക് വരുമ്പോൾ 55 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് 150 രൂപയാണ് കാണിക്കുന്നത്. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലാൻഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ഒരു പ്രൊഡക്റ്റിന് മുകളിൽ വരുന്ന കോസ്റ്റാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങളെ എക്സ്പെൻസ് ഉണ്ടായിരിക്കണം, ടാക്സ് എമൗണ്ട് ഉണ്ടായിരിക്കണം എന്നീ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ LCയിൽ നിന്ന് ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ബാക്കി വരുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായ രൂപം കിട്ടുകയുള്ളൂ. നിങ്ങൾ ടാക്സോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ടുകളോ LCൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് മുകളിൽ കാണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ലോസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലോസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് പോസ്റ്റ് എമൗണ്ട് വൈസ് നോക്കാം. പോസ്റ്റ് എമൗണ്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് എമൗണ്ട് വൈസ് എന്ന് പറയുന്നത് നമ്മൾ വിറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് എമൗണ്ട് നമുക്ക് ഇവിടെ ടാക്സിന് മുന്നത്തെ വരുന്ന 84 രൂപയാണ്. മറ്റേ നമുക്ക് 240 ആണെങ്കിൽ 203 രൂപയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കോസ്റ്റിൻ്റെ ഡിഫറൻറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് 39.75 113.39. അത് പോസ്റ്റ് എമൗണ്ടും നെറ്റ് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയാണ് നമുക്ക് പെർഫോമൻസ് റിപ്പോർട്ടിൻ്റെ അകത്ത് വരുന്നത്.